ഏത് നേതൃത്വം സംരക്ഷിച്ചാലും അവർക്ക് ഒരു നിലയിലുള്ള പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നോ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇതിലിപ്പോൾ SFI ആയിരുന്നാലും KSU ആയിരുന്നാലും മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടന ആയിരുന്നാലും നമുക്കിതിപ്പോൾ ഒരു കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് കൂടെയല്ലേ നമുക്ക് അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുള്ളൂ. പോലീസ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ ഇതാരാണ് അവരുടെ അറസ്റ്റ് ചെയ്തവരെ വിദ്യാർത്ഥി സംഘടനാ ബന്ധത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത വെച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി SFI ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, SFI ആണെങ്കിലും ഈ നടന്ന സംഭവത്തിനോട് ഗവൺമെന്റിന് ഒരു യോജിപ്പും ഇല്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, പോലീസ് ഔദ്യോഗികമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവരോടൊന്നും യാതൊരു ദാക്ഷിണ്യവും ഈ ഗവൺമെന്റ് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫുൾ ഫോം പോലും അവനറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ SFI പ്രവർത്തകനായി. അവർക്കുള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവർ SFI പ്രവർത്തകനായി. ഓക്കെ, അത് അവരിഷ്ടമാണ്. ഞാനൊന്നും പറയുന്നില്ല. അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെറ്റകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ്. മരണത്തിലും അത് വെറുതെ വിട്ടൂടെ? അല്ലെങ്കിൽ മകൻ്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി കുഴപ്പമില്ല. ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു മകൻ്റെ ചടങ്ങ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും എടുത്ത് മാറ്റാൻ മതി. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ സ്റ്റിക്കറുണ്ട്, അല്ല ചെറിയൊരു ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു കരിങ്കൊടി ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ വഴിയിൽ നിന്ന് കാണല്ലേ, എല്ലാ പോസ്റ്ററും മാറ്റണം, എല്ലാം നിങ്ങൾ അനുശോചനം വെച്ചിങ്ങനെ എല്ലാം വലിച്ചിക്കറി കളയണം, ഒന്നും അവിടെ വേണ്ട, എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കൊണ്ട് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞത് അതും ആരെങ്കിലും എടുത്ത് മാറ്റി, എനിക്ക് വന്ന് വെളി റോഡിലോട്ടൊന്നും മാറ്റാൻ പറ്റില്ല, അതിനെടുത്ത് മാറ്റി അവിടെ കാണില്ല. പറഞ്ഞു ശരി മാറ്റാം, കുഴപ്പമില്ല. അവർ പറയാൻ മാറ്റമോ മാറ്റാതിരിക്കുക. ചെയ്ത് വെക്കുന്നതിനൊരു മര്യാദ വേണമല്ലോ. അവൻ SFI പ്രവർത്തകനായി. നമസ്കാരം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇതുവരെ അറസ്റ്റിലായത് 10 പേർ. ഇവരിൽ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഖ്സാൽ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുമുണ്ട്. എന്നിട്ടും മരണത്തിന് പിന്നിൽ SFIക്ക് പങ്കുണ്ട് എന്ന് നേതാക്കൾക്ക് മാത്രം ബോധ്യപ്പെട്ടിട്ടില്ല. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനല്ല എന്നും SFI പ്രവർത്തകരല്ല നേതാക്കളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ഉറപ്പിച്ചു പറയുന്നത് മറ്റാരുമല്ല, മരിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശാണ്. SFIയുടെ ഫുൾ ഫോം എന്ത് എന്നുപോലും മകന് അറിയില്ലായിരുന്നുവെന്നും ആ അച്ഛൻ പറയുന്നു. എന്നിട്ടും SFIക്കാരനായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലെ പ്രതികളെ കണ്ടെത്തണം എന്ന ഫ്ലെക്സ് ആ വീടിനു മുന്നിൽ വെക്കാനുണ്ടായ തൊലിക്കട്ടിയുണ്ടല്ലോ, അത് കാണ്ടാമൃഗത്തെയും തോൽപ്പിച്ചു കളഞ്ഞു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കൊന്നിട്ടും വിടാതെ SFI. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ മുഹമ്മദ് ഷമ്മാസ് KSU നേതാവ്, സേവ് എഡ്യൂക്കേഷൻ ഫോറം പ്രതിനിധി, വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകൻ കൂടിയായ ശ്രീ ഷാജിർ ഖാൻ, അതോടൊപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. ദാരുണമായ ഒരു മരണം, ആ കുടുംബം ഇപ്പോഴും അതിൻ്റെ കണ്ണീരിൽ ആണ്. ആ അമ്മയുടെ കണ്ണീർ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. നെഞ്ചു പിടയുന്ന അച്ഛൻ്റെ പ്രതികരണം താങ്കളും കേട്ടിട്ടുണ്ടാകും. ആ കുടുംബത്തിലേക്ക് സർക്കാരിൻ്റെ പ്രതിനിധിയായി വിദ്യാഭ്യാസ മന്ത്രി എത്തിയതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല നീക്കം തന്നെയാണ്. പക്ഷേ അവിടെ സന്ദർശനം നടത്തിയ ശേഷം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. പോലീസ് ഇപ്പോഴും പ്രതികൾ SFIക്കാരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പിടിയിലായവർ ആര് എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല എന്നാണോ? അഭിലാഷ്, ആദ്യമായിട്ട് തന്നെ ആ കുട്ടിയുടെ അകാല മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആ അച്ഛനും അമ്മയും ഒത്തും ഇന്നലെ ഞാനൊരു ചാനൽ ഡിബേറ്റിലുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളെ സംസ്ഥാനം പോലെ ഇത്രയും വളർന്ന, ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും
രാജ്യത്തിന് മാതൃകയായ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ക്യാമ്പസിനുള്ളിൽ, പ്രത്യേകിച്ച് വെറ്ററിനറി സർവകലാശാലയുടെ ക്യാമ്പസിനുള്ളിൽ സംഭവിക്കാൻ പാടില്ലാത്ത അതീവ ഗുരുതരമായ, വളരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിന്നലെ ഒരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചു. അദ്ദേഹം അത് മാധ്യമങ്ങളിലൂടെ തന്നെ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് തെറ്റായി ഉദ്ധരിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു. അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യുവാവിന്റെ, ചെറുപ്പക്കാരൻ, വലിയ ബ്രൈറ്റായ ഒരു ഭാവിയുള്ള നല്ല ഒരു ഫോട്ടോഗ്രാഫറും വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ എന്നോട് ഡിവൈഎസ്പി പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഈ ക്യാമ്പസിനുള്ളിൽ 120 കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 18ഓളം കുട്ടികൾ ഈ കുട്ടീനെ വളരെ മോശമായ രീതിയിൽ ആക്രമിച്ചു, ഹരാസ് ചെയ്തു. ബാക്കിയുള്ള കുട്ടികൾ ഇത് നോക്കി നിൽക്കുകയായിരുന്നു. അവരാരും ഇത് തടഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മളാരെങ്കിലും പുറത്തിറങ്ങി ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ചോദ്യം ചെയ്യും. അത്രയ്ക്ക് പ്രബുദ്ധമാണ് കേരളത്തിന്റെ സമൂഹം എന്ന് പറയുന്നത്. അവിടെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സംഘം ഇത് കണ്ടിട്ട് നോക്കി നിന്നു എന്ന് പറയുന്നത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതിൽ യാതൊരു തർക്കമില്ല, കാര്യത്തിൽ ഒരു രാഷ്ട്രീയം അതിനകത്തില്ല. പക്ഷെ ഇവിടെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇത് വെളി വന്ന അന്ന് ആ നിമിഷം മുതൽ പിന്നെ SFIയുടെ 4 പ്രവർത്തകർ അതിനകത്തുണ്ട്, യൂണിറ്റ് സെക്രട്ടറി സഹിതം ഉണ്ട് എന്നുള്ളവരും കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. വന്ന ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവരെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് SFI ഒന്നും ഇതിനകത്ത് ന്യായീകരിക്കാൻ എന്നെ കിട്ടത്തില്ല. റെജി ലൂക്കോസ്, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. താങ്കൾ പറഞ്ഞു 120-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആ ഹോസ്റ്റലിൽ എന്ന്. അതിൽ ഒരു SFIക്കാരനെങ്കിലും ഉണ്ടാകില്ലേ ശ്രീ റെജി ലൂക്കോസ്? താങ്കൾ ഈ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റമില്ലാത്തവരാണോ SFIയുടെ പ്രവർത്തകരും SFIയുടെ നേതാക്കളുമൊക്കെ? SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാത്തൊരു ക്യാമ്പസാണോ അത്? അല്ല അഭിലാഷ്, ഞാൻ പറയാത്ത കാര്യത്തിൽ എന്നോട് ചോദിക്കുന്നത്. ഞാൻ SFIയുടെ സംഘടനാ ഭാരവാഹികൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തുറന്നു സമ്മതിച്ചില്ലേ. പിന്നെ എന്തിനാണ് എന്നോട് അത് ചോദിക്കുന്നത്? ഞാൻ മറച്ചു വെച്ചോ? ഞാൻ SFIയുടെ പ്രവർത്തകരെ ന്യായീകരിക്കത്തില്ലെന്നും പറഞ്ഞു. കാരണം അതിനാണ് നമ്മൾ അത് തുടക്കത്തിലെ പറഞ്ഞത്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ സമൂഹം അംഗീകരിക്കുമോ? ഇതുപോലൊരു ചെറുപ്പക്കാരൻ, ഒരു യുവാവിനെ താങ്കൾ ആ അത്ഭുതപ്പെടുത്തുന്ന ഒന്നിനെ പറഞ്ഞല്ലോ, ഒരു വിദ്യാർത്ഥിയും അതിനെ എതിർത്തില്ല, ചോദ്യം ചെയ്തില്ല എന്ന്. അതിന്റെ ഉത്തരവും താങ്കളുടെ ആ സംഭാഷണത്തിൽ തന്നെ ഇല്ലേ? എന്തുകൊണ്ടായിരിക്കാം എതിർക്കാത്തത്? ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നിരവധി കാര്യങ്ങളാണ്. അതിൽ സിഞ്ചോ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ച് നഗ്നനാക്കി മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അത്രമേൽ ക്രൂരമായ ക്രിമിനലുകളെ പോലെ പെരുമാറുന്ന വിദ്യാർത്ഥികളുള്ള ഒരു ക്യാമ്പസിൽ ആരാണ് റെജി ലൂക്കോസ് അതിനെ തടയാൻ തയ്യാറാവുക? അഭിലാഷ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുക ആദ്യമായിട്ട്. കാരണം ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു മൂഡിലല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നേ. വളരെ വ്യക്തിത്വങ്ങളായിട്ടുള്ള 1-2 പേര് ഈ ചർച്ചയിലുണ്ട്. അപ്പൊ അവരോടെല്ലാം നമ്മളൊരു നീതി പുലർത്തിയ ചർച്ചയിലൂടെ മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു തർക്കമില്ല കാര്യത്തിൽ. എനിക്കുണ്ട് ആ ഏജിനേക്കാൾ 2-3 വയസ്സ് പ്രായക്കൂടുതലുള്ള ഒരു കുട്ടി. ഇപ്പൊ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, നമുക്കും കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികൾ വലിയ രീതിയിൽ ഉയർന്ന പന്താവിലേക്ക് കാലുകൾ വെച്ച് മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന തലമുറയാണ്, അല്ലെങ്കിൽ സമൂഹമാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് അതിനെ ആ ഗൗരവത്തിൽ തന്നെ ചർച്ചയിലിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അതിനകത്ത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ആ ഡിവൈഎസ്പിയെ ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന്റെ അനുമതിയോട് തന്നെ അദ്ദേഹത്തിന്റെ ആയിട്ട് സംസാരിച്ച വിഷയം ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. അവിടെ സംഭവിച്ചത് എന്നാ വെച്ചാൽ, അവിടെ സംഭവിച്ച കാര്യത്തിന്റെ നിജസ്ഥിതികൾ എന്താണെന്ന് എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ ആധികാരികമായിട്ട് കിട്ടിക്കുന്നത്. ഞാനതൊന്നും ചർച്ചയെ പറയുന്നില്ല. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. കാരണം നമ്മളാരും പോലീസോ നീതിന്യായ വ്യവസ്ഥയോ അന്വേഷണ ഏജൻസിയോ അത് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അത് പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവിടെ നടന്നതിനകത്ത് SFI കരുതിക്കൂട്ടി, ഈ സംഘടനയുടെ കരുതിക്കൂട്ടി കുട്ടീനെ ഈ രീതിയിൽ മോശമായി ചെയ്തു. അതിനുശേഷം ഉണ്ടായ മാനസിക വിഷയത്തിന്റെ പേര് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ രാഷ്ട്രീയം നേരം അതിനകത്ത് ചാർത്താൻ ശ്രമിച്ചതിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അതിലെവിടെയാണ് ശ്രീ റെജി ലൂക്കോസ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്? SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുമ്പോൾ അവർ SFIക്കാരാണ് എന്ന് പറയരുത് എന്നുള്ളതാണോ? അവർ SFIക്കാരാണ് എന്ന് പറയുന്നിടത്താണോ രാഷ്ട്രീയം? അഭിലാഷ, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്ക് അങ്ങനെ എന്നോട് ചോദ്യം ചോദിച്ചതിനൊരു മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ SFIയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതിൽ SFIയുടെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേര് അവിടെ ഔദ്യോഗിക ഭാരങ്ങളായിട്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. അവരെ കഠിനമായി ശിക്ഷിക്കണം. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. അതാണ് എന്റെ ചോദ്യം. അത് താങ്കൾക്ക് ബോധ്യപ്പെട്ടു, പക്ഷേ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങണോ പൊതുസമൂഹം?
സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അവരുടേതായ രീതിയിലുള്ള ചില പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് അല്ലാതെ കണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തലയ്ക്ക് മുകളിൽ കയറുന്നൊരു വിദ്യാഭ്യാസ മന്ത്രിക്കോ ഒരു മന്ത്രിക്കോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാൽ ആ SFIയുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടെന്നും അവരെ പുറത്താക്കിയെന്നും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നും ആ സംഘടനയുടെ സംസ്ഥാനത്തെ സമന്വയ നേതൃത്വം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ? ഇന്നലെ ചാനലിലൊക്കെ ഇരുന്നവർ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ അതിന് നിങ്ങൾ എന്തിനാണ് വെറുതെ ആ മന്ത്രിനെ പറയുന്നത്? ആ മന്ത്രിയും ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സന്ദർശിച്ചു, GR അനിൽ സന്ദർശിച്ചു, ബഹുമാനപ്പെട്ട ഗവർണർ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഇത് താങ്കൾ പറയുന്നത് പോലെ SFIയുടെ സംസ്ഥാന നേതാവ് ഈ പ്രവർത്തകരെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം സസ്പെൻഡ് ചെയ്തു എന്നതുകൊണ്ട് തീരുന്ന ഒന്നല്ല. സംസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി വളരെ കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്നു. ആ പ്രതികളുടെ പശ്ചാത്തലം എന്ത് എന്നുള്ളതിലേക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടിയുടെ അച്ഛൻ തന്നെ വലിയ പ്രതികരണം നടത്തുന്നു. അപ്പോഴും മന്ത്രിയുടെ വാക്കുകളിൽ അത് SFIക്കാരാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാതെ പോകുമ്പോൾ അവിടെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ പരോക്ഷമായെങ്കിലും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന സന്ദേശം പൊതുസമൂഹത്തിന് തോന്നുന്നത്, സംശയം തോന്നുന്നത്. ശ്രീ റെജി ലൂക്കോസ്, പച്ചക്കള്ളം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്പെഷ്യൽ അന്വേഷണ ഏജൻസി സ്ക്വാഡിനെ ഫോം ചെയ്യാനായിട്ട് DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. ഞാനിപ്പോ അറിയുന്നതനുസരിച്ചാണെങ്കിൽ അത് തയ്യാറായി കഴിഞ്ഞു. പോലീസ് അവിടെ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്നു. SFIയുടെ പ്രവർത്തകരെ കഠിനമായിട്ട് ശിക്ഷിക്കണം, അവരെ പുറത്താക്കിയത് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഈ ചാനലുകാർ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അധികാരത്തിലേറിയതിനു ശേഷം 2 മന്ത്രിമാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ. അത് ആരൊക്കെയാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ഈ പറയുന്ന ബിന്ദു മിനിസ്റ്ററും അതുപോലെ തന്നെ വീണ ജോർജും. ഈ 2 മന്ത്രിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ അത് ഇടതുപക്ഷ ശത്രുത ഈ 2 വനിതാ മന്ത്രിമാർക്കെതിരെ കാണത്തുള്ളൂ. ഞാനിപ്പോ താങ്കളോട് ചോദ്യം ചോദിച്ചത് വീണ ജോർജിനെ കുറിച്ചോ ബിന്ദുവിനെ കുറിച്ചാണോ? അല്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ വേറെ ചിഞ്ചു റാണി എന്ന് പറയുന്ന മിനിസ്റ്റർ ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള ഇതിന്റെ അധികാരത്തിലുള്ള ആ വെറ്ററിനറി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ആയിട്ടുള്ള ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്ന് GR അനിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ പോവുകയും അത്തരം പ്രതികരണങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ല അഭിലാഷ, ചിഞ്ചു റാണി പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്ത, മറച്ചു വെക്കുന്നത്? നിങ്ങളുടെ ന്യൂസ് 18 അത് റിപ്പോർട്ട് ചെയ്തോളൂ, ഞാൻ കണ്ടതാണല്ലോ. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരെന്താ പറഞ്ഞത്? ആ ഡീനെ പോലെ ഒരു കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ആ ഡീൻ എന്തുകൊണ്ടാണ് ആ മരണവിവരം നേരത്തെ അറിയിക്കാതിരുന്നത്? അതുകൊണ്ടാണല്ലോ ചോദിക്കാതിരുന്നത്. അല്ല അഭിലാഷെ, അത്രയ്ക്കും ബോൾഡായിട്ട് കുറ്റകൃത്യം ചെയ്ത് ആരാണ് ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന ആർജവത്തോട് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മിനിസ്റ്ററെ മന്ത്രിമാരെ കുറ്റപ്പെടുത്തുന്നത്? SFI എന്ന സംഘടനയിൽപ്പെട്ടവർ ആണ് ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരുന്നത്, ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് അല്ലെങ്കിൽ കീഴടങ്ങിയിട്ടുള്ളത്. ആ SFI എന്ന സംഘടന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മാതൃസംഘടനയ്ക്ക് കീഴിൽ വരുന്നതാണ് എന്ന് താങ്കൾക്കും ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മന്ത്രിയായി വി ശിവൻകുട്ടി ചുമതലയേറ്റത് വെറുതെ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ടല്ലോ. അദ്ദേഹം CPIഎമ്മിന്റെ പാനലിൽ മത്സരിക്കുകയും CPIഎമ്മിന്റെ ബഹുജന സംഘടനകളുടെ കീഴിൽ വരികയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ SFI. ആ SFIയെ സംരക്ഷിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു വി ശിവൻകുട്ടി എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിനിധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. അതായത് SFI എന്ന് പറയുന്ന സംഘടന കരുതിക്കൂട്ടി ചെയ്ത ഒരു പാതകമാണെന്നുള്ള വ്യാഖ്യാനത്തെ മാത്രമേ ഉള്ളൂ ഇവിടെ വിമർശിക്കുന്നുള്ളൂ. അല്ലാതെ കൊണ്ട് SFI പ്രവർത്തകർ ചെയ്തതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല. അഭിലാഷ്, നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നിങ്ങൾ ചില മാധ്യമങ്ങൾ ഇടതുപക്ഷ ശത്രുത മുഖത്ത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് SFI എന്ന് പറയുന്ന കേരളത്തിലെ 96% ക്യാമ്പസുകളിൽ യൂണിയന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഭരിക്കുന്ന ആ പ്രസ്ഥാനത്തെ കുട്ടികൾ മുഴുവൻ ഇങ്ങനെയൊക്കെയാണോ ഭരിക്കുന്നത് എന്ന് കൂടി പരിശോധിക്കണം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞല്ലോ ഒരു ക്യാമ്പസിൽ ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ചിലർ ചേർന്നുകൊണ്ട്. 3 ദിവസമായി എൻ്റെ മകൻ ഭക്ഷണം കഴിച്ചില്ല, അവൻ മരിക്കുമ്പോൾ അവന്റെ വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ലേ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഒരച്ഛൻ ചോദിക്കുന്നു. ആ ചോദ്യം SFIയോടാണ്. താങ്കൾ ആ വാക്ക് കേട്ടിരിക്കും, ചെറ്റകൾ എന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. ആ വാക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പേടിപ്പിച്ചും ഭരിക്കാനും അധികാരം നേടാനും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടാകാം. അല്ല അഭിലാഷ്, ഒന്ന് മനസ്സിലാക്കണം, ഒരു അച്ഛന്റെ വായിന്ന് മകൻ മരണപ്പെട്ട അകാലത്തിൽ വലിയ പ്രതീക്ഷ വളർത്തിയ ഒരു മകൻ മരണപ്പെട്ട ഒരു അച്ഛന്റെ വായിന്ന് വരുന്ന വാക്കുകളെ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിതാവും ആ കുട്ടിയുടെ അമ്മയുമായിട്ട് ഒന്നിച്ച് ഇന്നലെ മനോരമ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ ആങ്കർ അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ മകനോട് ഇതിൽ ചേർന്നില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിച്ചു വന്നിച്ചപ്പോ ആ അമ്മ
അങ്ങനെ ഒന്നും SFI ഭീഷണിപ്പെടുത്തിയിട്ടില്ല. മകൻ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ചേരാൻ പ്രേരിപ്പിച്ചു. അത് എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി സംഘടന നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഉള്ളതല്ലേ. നമ്മുടെ സംഘടന ചേരാൻ പറയും. അതിലെ ക്യാൻവാസ് എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ട് ഒരു രീതിയിലുള്ള പക്ഷേ അതിൽ ചേരാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നേരിടേണ്ടി വന്നത് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അച്ഛൻ ഇന്നിപ്പോ അത് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ അച്ഛൻ പറഞ്ഞതിന് ഇത് മനസാക്ഷിയുള്ളവരല്ലേ ഇത് കേൾക്കുന്നത്. എനിക്ക് അതിനെയൊന്നും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെറ്റെന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ വേദന കൊണ്ടായിരിക്കാം. ഞാൻ പറയത്തില്ല. അതല്ലല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വേദനകൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളെ എന്റെ മകന് ഇങ്ങനെ സംഭവിച്ചാലോ, ഞാനൊരു പിതാവായിട്ടിരുന്നുകൊണ്ട് ഇതിന് അപ്പുറത്തെ വാക്കുകളിലും പറഞ്ഞെന്നിരിക്കും. കാരണം അവരുടെ മാനസികാവസ്ഥ ഏതാ അവിടെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിനെ നിഷ്ഠൂരമായി നീചമായി ഈ പ്രവർത്തനം ചെയ്തതിന് ഒരു രാഷ്ട്രീയ നിറം കലർത്തി കേരളത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നതിനെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. കൽപ്പറ്റ DYSP തന്നെ പറഞ്ഞതാണ്. അത് മാധ്യമങ്ങളിലൂടെ വന്നു. ഞാൻ ഇനി ഒരു സെന്റൻസിൽ പറഞ്ഞാൽ നിർത്തിയേക്കാം. ആദ്യ ഘട്ടം അഭിലാഷ് ഇടപെടണ്ട. അതായത് ഒറ്റ പ്രധാനപ്പെട്ട കാര്യം, കൽപ്പറ്റ DYSP യെ കുറിച്ച് ഇവിടുത്തെ CPI ശത്രുത മൂത്ത് ഭ്രാന്തളിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താ, കൽപ്പറ്റ CI പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിറം ചാർത്തിയ ഒരു വിചാരണയാണ്, കൂട്ടവിചാരണയാണ് നടത്തിയതാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ വന്നത്. 2 മണിക്ക് DYSP മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, എന്നെ തെറ്റായി ഉദ്ധരിക്കുകയാണ്. അവിടെ ഒരു വിചാരണ നടന്നു, കൂട്ടവിചാരണ. അതിനകത്ത് രാഷ്ട്രീയ നിറം ഇല്ല എന്ന് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SFIയിലെ പിള്ളേർ ഇതിനകത്ത് പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതുപോലെ നാണം കെട്ട രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ കൊണ്ടു. അല്ലാണ്ട് ആ വാദമൊഴിച്ച് മുഴുവൻ കാര്യങ്ങളിൽ ആ കുഞ്ഞിനോടൊപ്പമാണ്, ആ മാതാപിതാക്കൾക്കൊപ്പമാണ്, ആ കാബാലികന്മാരായ SFIയുടെ പ്രവർത്തകരെ. ശ്രീ ഷാജിർ ഖാൻ, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അതിനിടയിലാണ് സിദ്ധാർത്ഥ് എന്ന ഒരു യുവാവ്, ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് എന്ന് തന്നെ പറയുന്നു. അതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് എന്നതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമൊന്നുമല്ല മാധ്യമങ്ങൾക്കുള്ളത്. മറിച്ച് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് SFI എങ്കിൽ SFI എന്ന് തന്നെ പറയാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമത്തിനുള്ളത്. അത് KSU ആണെങ്കിൽ, KSE ആണെങ്കിൽ, ABVP ആണെങ്കിൽ, അത് ഏത് തെരഞ്ഞെടുപ്പല്ല, എന്ത് മുന്നിലുണ്ടെങ്കിലും അതങ്ങനെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയും. അതിനെ രാഷ്ട്രീയമായി വളച്ചൊടിക്കുന്നു എന്നാണ് റെജി ലൂക്കോസിനെ പോലെയുള്ളവർ പറയുന്നത്. ശ്രീ ഷാജിർ ഖാൻ. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ എന്ന വിദ്യാർത്ഥിയെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയാണ് SFI ഈ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ വളരെ വളരെ വേദനാകരമായിട്ടുള്ള കാര്യമാണ്. SFI നടത്തുന്ന ഈ ആക്രമണങ്ങൾ വെറും നേരത്തെ മുതൽ കേരളത്തിലെ എത്രയോ കലാലയങ്ങളിൽ SFI ആക്രമണങ്ങൾ നടത്തുകയും വിദ്യാർത്ഥികളെ ജീവച്ഛവമാക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളായിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ വളരെ പരസ്യമായി 3-4 ദിവസം നടത്തിയ എന്താ പറയുക, അതിക്രൂരമായ ഒരു ആക്രമണത്തിനൊടുവിൽ ആ കുട്ടി മരിക്കാനിടയായി. അപ്പോൾ അത് ആൾക്കൂട്ട കൊലപാതകമാണ്. SFIക്ക് മാപ്പില്ല. SFI എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമേ അല്ല, ജനാധിപത്യം തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനം, അതിൻ്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ റെജി ലൂക്കോസ് പറഞ്ഞത് രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അധികാര ശക്തികൾ, ഇപ്പോൾ പിണറായി ഗവൺമെൻറ് എന്ന് ഞാൻ പറയുന്നു, CPM, ഇപ്പോൾ SFI എന്ന് നമ്മൾ പറയുമ്പോൾ SFIക്ക് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി അനുവർത്തിക്കുന്ന അക്രമ രാഷ്ട്രീയം, ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം, മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയം, അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എമ്പാടും, കലാലയങ്ങളിൽ മാത്രമല്ല കലാലയങ്ങൾക്ക് പുറത്തും അത് തന്നെയാണ് നടക്കുന്നത്. കലാലയങ്ങൾക്കുള്ളിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ എന്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നു, ഏത് വിദ്യാർത്ഥി പ്രശ്നം ഉന്നയിക്കുന്നു, ഏത് വിദ്യാഭ്യാസ പ്രശ്നം ഉയർത്തുന്നു, ഏത് വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു. നേരെ തിരിച്ച് മാഫിയ സംഘങ്ങൾ, എന്താ പറയുക, ഈ മയക്കുമരുന്ന് സംഘങ്ങൾ, അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ നടത്തുക, അത് പ്രൊമോട്ട് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവർ തന്നെ ഈ SFI നേതാക്കന്മാർ സിദ്ധാർത്ഥിനെ ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്ന ആളുകൾ അവർ ഈ പറയുന്ന ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അവിടെ മദ്യപാനികളായിരിക്കുന്നു. അവർ പരസ്യമായി ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നത് അവർ മനുഷ്യത്വം പോലും ഇല്ലാത്ത ഒരു വിഭാഗമായി ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ 120 വിദ്യാർത്ഥികൾ അവർ എതിർത്തില്ല. എന്താ എതിർക്കാത്തതിന് കാരണം ആ കോളേജിൽ SFIയുടെ സർവാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ്, ഏകാധിപത്യമാണ്.
അവിടെ മറ്റു വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമോ അവർക്കത് ശബ്ദിക്കാൻ അവർ ഒരു തൻ്റെ സഹപാഠിയെ മുന്നിലിട്ട് കൊലപ്പെടുത്തുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് അതിനോട് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത തരത്തിൽ അതായത് SFI മെജോറിറ്റിയുള്ള SFIക്കാർ മാത്രമുള്ള ഒരു ക്യാമ്പസിൽ ഒരു SFIക്കാരനും അത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ റെജി ലൂക്കോസ് ആരോടാണ് ആ ചോദ്യം ചോദിച്ചത് എന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞു കേരളത്തിലെ 90% ക്യാമ്പസുകൾ ഞങ്ങൾ SFI ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ ഭരണം കിട്ടിയാൽ അത് SFIയുടെ മികവ്. പക്ഷേ ഇത്തരത്തിൽ SFI നേതാക്കൾ ഈ മോശമായ പ്രവൃത്തികളിൽ ഒരു കൊലപാതകത്തിലേക്ക് അടക്കം നയിച്ച പ്രവൃത്തിയിൽ പങ്കാളികളായാൽ അതിന് SFIക്ക് ഒരു ബന്ധവുമില്ല. അഭിലാഷ് ഒരു മിനിറ്റ്, അതായത് ഒരു കാര്യം കൂടെ, ഈ SFI ഈ പറയുന്ന ഈ ശരിയാണ്, കലാലയങ്ങൾ അടക്കി ഭരിക്കുന്നു, അവരുടെ ഏക ഛത്രാധിപത്യമാണ്, തർക്കമില്ല. അതിന് കീഴിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ജനാധിപത്യമോ മൂല്യങ്ങളോ വിദ്യാഭ്യാസ പ്രവർത്തനമോ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയമോ നടക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ പ്രവർത്തനം ഒന്ന് എടുത്തു നോക്കൂ. ഏത് സംഘടനാ പ്രവർത്തനം, ഏത് ജനാധിപത്യപരമായ പ്രവർത്തനം കലാലയങ്ങൾ നടത്തി? മറിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ ഈ പറയുന്ന ഗുണ്ടായിസത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഈ ഭീകരമായ ആക്രമണത്തിൻ്റെയും ഒരു അക്രമികളുടെ ഒരു സംഘത്തെ വാർത്തെടുക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള നട്ടെല്ല് പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. അതിനാണ് SFI നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കലാലയങ്ങളിൽ മുഴുവൻ, കേരളത്തിലെ മിക്കവാറും ഈ SFI ആധിപത്യമുള്ള കലാലയങ്ങളിൽ ചെറുതും വലുതുമായ വിധത്തിൽ വ്യത്യസ്തമായ അളവിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ ഈ പറയുന്ന ദാരുണമായ ഒരു മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം SFI ആണ്. ഒരു കലാലയത്തിലും SFIക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കണം, ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമേ കലാലയങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, പണിയെടുക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ സംഘമാണ് SFI. അതിന് വിദ്യാർത്ഥി സംഘടന എന്ന് പേരിട്ട് വിളിക്കരുത്. ആൾക്കൂട്ട കൊലപാതകം നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ദേശീയ തലത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടത്താറുണ്ട്. ആ ആൾക്കൂട്ട കൊലപാതകം ഈ കേരളത്തിൽ നടത്തുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, അത് SFI തന്നെയാണോ എന്ന് പറയും. ഇപ്പോൾ SFIക്കാരാണെങ്കിൽ പുറത്താക്കുക. ഈ SFIക്കാരാണെങ്കിൽ പുറത്താക്കുക എന്ന് പറയുന്നത് ഇവരെല്ലാ സംഭവങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ വ്യാജ ഡിഗ്രി നിർമ്മിക്കുമ്പോൾ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കായംകുളം MSM കോളേജിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പുറത്താക്കിയല്ലോ, ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോൾ ഏത് ക്രിമിനൽ ആക്ടിവിറ്റി വന്നാലും അവിടെ പുറത്താക്കി എന്ന് പറയുക എന്നുള്ളതാണ്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുക. അതാണല്ലോ ഇപ്പോൾ ആർഷോയും സംഘം നടത്തുന്ന പത്രസമ്മേളനങ്ങളിലൊക്കെ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ SFI ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ പുറത്താക്കി, അപ്പോൾ പ്രശ്നം അവസാനിച്ചു. പക്ഷേ അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ സംഘമായി പ്രവർത്തിക്കുന്നു. ഇതിന് രാഷ്ട്രീയമായിട്ട് ശ്രീ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ അതിനെ ശരിയാണ്, ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഇതാണോ രാഷ്ട്രീയം? ഈ അക്രമപ്രവർത്തനം നടത്തുന്നതിന് എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുക? ഇപ്പോൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. പോലീസിൻ്റെ അന്വേഷണം വാസ്തവത്തിൽ ഈ സത്യത്തെ മറച്ചു വെക്കുകയാണ്. തെളിവുകൾ പലപ്പോഴും പോലീസ് എടുത്തു കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ്. എങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പൂർണ്ണമായി പുറത്തു വരുള്ളൂ. അത് വരണം, അത് പുറത്തു കൊണ്ടുവരണം, പ്രതികളെ ശിക്ഷിക്കണം. പക്ഷേ അതിനുമപ്പുറം ഈ പറയുന്ന ഇത്തരം അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ സംസ്ഥാന നേതാക്കന്മാരാണ് ഇതിൻ്റെ പ്രതികൾ. അവർക്ക് തീരെ രാഷ്ട്രീയ ബോധം കൊടുക്കാത്ത, ജനാധിപത്യ വിരുദ്ധത മാത്രം അവരിൽ കുത്തിവയ്ക്കുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇനിയും പ്രതികൾ ഉണ്ട്. ആ പ്രതികളൊക്കെ കാണാമറയത്തെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം, ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിയമത്തിന് മുന്നിൽ എല്ലാ പ്രതികളെയും കൊണ്ടുവരണം എന്ന് പറയുന്നു. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇടപെടൽ, ആ ഇടപെടലിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും ഈ പ്രതികൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കീഴടങ്ങുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിലേറെയും കീഴടങ്ങുകയാണ് ചെയ്തത്. പോലീസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആസിഫ് ഖാനെ പിടികൂടി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അപ്പോൾ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചു, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഈ വിഷയം അവസാനിപ്പിക്കണം. ഇല്ല, നമ്മൾ ഈ അതിനിഷ്ഠൂരമായ ഈ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള കൊലപാതകവും, ഇത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കേരളത്തിലെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്നു,
പലർക്കും അത് പിടിക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്താണ് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഒരു 10-40 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജ് 30-40 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജില് വളരെയധികം ഈ SFIയുടെ ഏറ് പിടിച്ചവനാണ് ഞാൻ. അതിനകത്തുനിന്ന് അവരൊക്കെ ഒരു തോൽവി വന്നെന്ന് തോന്നുമ്പോൾ നേതാക്കന്മാരാണ് ഇറങ്ങി വരുന്നത്. സംസ്ഥാന പാർട്ടിയുടെ നേതാക്കന്മാരാണ് കോളേജിനകത്ത് വരുന്നത്. അപ്പൊ കഴിഞ്ഞ 2 തലമുറകളെ നശിപ്പിച്ചത് ഈ കോളേജ് രാഷ്ട്രീയം തന്നെ. അതുകൊണ്ട് ആണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് നിരോധിച്ചേ പറ്റുള്ളൂ. ഇവിടെ നടന്നത് എന്താണ്? അവിടെ വിചാരണ 3 ദിവസം കൊണ്ട് നടക്കുകയാണ്. ഇതിനുള്ള സൊല്യൂഷൻ സിദ്ധാർത്ഥിനെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ 18 വയസ്സൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിരവധി കോളേജുകളിലുണ്ട്. അവർക്ക് വോട്ടവകാശമുള്ള ഒരു രാജ്യമാണല്ലോ ഇത്. അവർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകട്ടെ. ആ രാഷ്ട്രീയ ബോധം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ലേ സൊല്യൂഷൻ. ഈ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് മോശമായൊന്നും കാണേണ്ടതില്ല. നമുക്കറിയാമല്ലോ ഈ ഇടിമുറികളുള്ള ക്ലാസ് മുറികളുണ്ട്, മാനേജ്മെന്റിന്റെ ഇടിമുറികളിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുമുണ്ട്. അതിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികൾ വേണം. ഇല്ല, ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇത് കുറെ നാളുകൊണ്ട് ഞാൻ 10-40 വർഷമായിട്ട് ഇത് കേട്ടോണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രതിവിധി, രാഷ്ട്രീയമായത് അങ്ങനെയൊന്നും വേണ്ട. ഇവർക്കൊക്കെ രാഷ്ട്രീയ ബോധം ഉണ്ട് എല്ലാവർക്കും കേരളത്തില്. ഈ കുട്ടികളെ സ്കൂളിലും കോളേജിലും അയക്കുന്ന എന്തിനാണ് നമ്മൾ? അവരെ നല്ല സംസ്കാരമുള്ളവരായിട്ട് വളർത്തിയെടുക്കാനും അവർക്ക് നല്ല ചിന്തകൾ വരാനും അവർക്ക് വിദ്യാഭ്യാസം അറിവുണ്ടാകാനും അവർക്ക് നല്ല ജോലി ലഭിക്കാനും ഇതിനൊക്കെയാണ് നമ്മൾ നല്ല ആരോഗ്യം ഉണ്ടാകാനും ഇതിനല്ലേ കുട്ടികളെ അയക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പൊ ഏകദേശം 30-40% വിദേശ രാജ്യത്തിൽ പോകുന്നത് എന്താണ്? +2 കഴിഞ്ഞു ആൾക്കാർ പോവുകയാണ്. ഇവിടുത്തെ 30-40% സ്കൂളുകളിൽ കോളേജുകളില് അഡ്മിഷൻ ആളില്ല. നമ്മൾ മനസ്സിലാക്കി വേണം മാതാപിതാക്കളുടെ ദുഃഖവും പ്രയാസവും പേടിയും. തീർച്ചയായും അവിടെയാണ് ശ്രീ ഷാദിർ ഖാൻ ചോദിക്കുന്നത്. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചല്ലോ 120 ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിദ്യാർത്ഥികളിൽ ഒരാൾക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനുണ്ടാകുന്ന രാഷ്ട്രീയ ബോധം അതാണല്ലോ വളർത്തിയെടുക്കേണ്ടത്. ഇത് പാടില്ല, ഇങ്ങനെ സഹപാഠിയെ ചെയ്തുകൂടാ. 2ാം വർഷ വിദ്യാർത്ഥിയാണ്, 1ാം വർഷ വിദ്യാർത്ഥിയൊന്നുമല്ല. എന്നാ വേറൊരു കാര്യം ഞാൻ പറയാമല്ലോ. അവിടെ A1 ആയിട്ട് വന്നിരിക്കുന്നത് അയാള് അവിടെ PhDക്ക് റിസർച്ച് ചെയ്യുന്ന ആളാണ്. 28 വയസ്സുള്ള ഒരു തല മൊട്ടയടിച്ച ഒരുത്തൻ. അയാൾക്ക് മുടിയുണ്ടായിട്ടില്ല. അവനാണ് ഇതിന്റെ ലീഡറായിട്ട് വന്നത്. അപ്പൊ ഇത് ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് അവിടുത്തെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും ഭയമാണ്. എത്ര വർഷം കൊണ്ട് ഞാൻ ഇത് കാണുകയാണ്. കേരളത്തിലെ നമുക്ക് എത്ര കോളേജിൽ ഇത് നടന്നു, എത്ര മരണം ഉണ്ടായിരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ പിതാക്കന്മാരും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അവരെല്ലാവരും വ്യക്തിപരമായിട്ട് യാതൊരു വ്യക്തിത്വം ഇല്ലാതെ നശിച്ചുപോയവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ 40 വർഷം 2 തലമുറ നശിപ്പിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയമാണ്. നല്ല ആദർശമൊക്കെ കുറച്ച് നാളുകൊണ്ട് ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. എത്ര നാളുകൊണ്ട് പറയുന്നത് ഇതൊക്കെ. ഇതൊന്നും ഇവിടെ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികളെ വിടാൻ ഭയമാണ് സ്കൂളില്. ഇപ്പോഴത്തെ അവിടെ നടന്നത് എന്താണ്? അവിടെ 130 കുട്ടികളുടെ മുമ്പിൽ വെച്ച് നഗ്നനായിട്ട് കിട്ടി അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തടയാൻ പറ്റുന്നില്ല. അവിടുത്തെ ഡീന് തടയാൻ പറ്റിയോ? അവിടുത്തെ ഒരു ഫിസിക്കൽ ഡയറക്ടർ ഉണ്ട്, അയാൾക്ക് പറ്റിയോ? അവിടുത്തെ വാർഡൻ ഉണ്ടായിരുന്നു, പറ്റിയോ? വലിയ മുദ്രാവാക്യം വിളിക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനയുള്ള അസോസിയേഷൻ ഉണ്ടല്ലോ അവിടെ, അവരൊക്കെ എവിടെ ആയിരുന്നു? അപ്പൊ ഒരു ക്യാമ്പസിൽ ഇത് നടക്കാൻ പോകുന്നില്ല. ഇത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. അവർ പഠിച്ചു വളർന്നു വലുതാട്ടെ, അവർ വെളിയിറങ്ങി വോട്ട് ചെയ്തോളും. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ പിന്തുണക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ 10-40 വർഷമായിട്ട് കോളേജിന്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. കേരളത്തിലെ എത്ര കുട്ടികൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു, എത്ര കുട്ടികൾക്ക് കൈയും കാലും ഇല്ലാതെ നടക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ എത്ര പെൺകുട്ടികൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പാർട്ടിയെ ചേർക്കാനും ഒരു ഏകാധിപത്യ രീതിയിലുള്ള സ്റ്റുഡന്റ് സിവിങ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അവർ രാഷ്ട്രീയം കളിച്ചോട്ടെ. ഞാൻ പണ്ട് പറയുമായിരുന്നു, ഈ രാഷ്ട്രീയ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക കോളേജോ യൂണിവേഴ്സിറ്റിയോ ഉണ്ടാക്കിക്കോളൂ. അവരവിടെ കിടന്ന് കുത്തുവും വെട്ടും നടത്തിക്കോട്ടെ. മറ്റു പാവങ്ങൾ കുട്ടികളെ വെറുതെ വിട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വർത്തമാനം നമ്മൾ നിർത്തണം. ക്യാമ്പസ് രാഷ്ട്രീയം തീർച്ചയായിട്ടും നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ഹൈക്കോടതി ഇടപെടണം. രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ആരും ഇടപെടാൻ പോകുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പോകുന്നില്ല. അപ്പൊ ഹൈക്കോടതി കൃത്യമായിട്ട് ഇതിനകത്ത് ഭരണഘടനയുടെ 32-142 അനുസരിച്ച് ഇടപെടണം. ഇതിനകത്തൊരു കമ്മീഷനെ വെക്കണമെന്ന് ഞാൻ പറയുന്നത്. കോളേജുകളിൽ എത്ര കോളേജിൽ ഈ മരണം ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളവരെ അതിനെപ്പറ്റി ഒരു കമ്മീഷൻ വന്ന്
മാനസികവും ശാരീരികമായി ഡിവൈഎഫ്ഐക്കാരനും ഒരാൾ MLA ആയ ഒരാൾക്കറിയാം, ഇപ്പോഴും ക്രോൾ ചെയ്ത് നടക്കുന്ന അയാൾക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതെല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയം ഇതൊന്നും അല്ല ആവശ്യം, നമുക്കത് വേണ്ട, അതങ്ങ് നിർത്തിക്കളഞ്ഞേരെ, നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല, നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം മാത്രം. ഇല്ലില്ല, അതല്ല ഇല്ല. കോളേജിൽ സ്കൂൾ ലെവലിലെ വയലൻസ് പഠിപ്പിച്ചു വരികയാണ് എല്ലാ സംഘടനകളും. കുത്തും വെട്ടും അവരാണിപ്പം കോളേജിലെത്തുന്നത്, അവരിതിനപ്പുറത്തോട്ടാവും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞാൻ പറയുന്നത് ഹൈക്കോടതി ഇടപെടണം. രാഷ്ട്രീയമായ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ഒരേ രൂപത്തിൽ കെട്ടുക എന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട്. സംഘടനാ ജനാധിപത്യപരമായ അവകാശമാണ്, നമ്മൾ അതിനെ നിഷേധിക്കേണ്ട. SFI ചെയ്യുന്നത് പക്ഷെ അതിന് നേർ വിപരീതമായി സാർ ഈ പറഞ്ഞ ഈ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി SFI നടത്തുന്ന കൊലപാതക രാഷ്ട്രീയമാണ്. ഇത് രണ്ടും രണ്ടാണ്, നമ്മൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇല്ലില്ല, ഞാൻ കാരണം അങ്ങനെയാണെങ്കിൽ അതിലില്ല. SFIക്കാരനെ ഇടുക്കിയെ കൊന്നല്ലോ, KSUക്കാർ പല എന്തായാലും ഒരാള് മരിച്ചിരിക്കുന്നല്ലോ. നമുക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട, അതങ്ങ് നിർത്ത്. അതിനകത്ത് ഒരു മൂല്യബോധവും നമുക്ക് അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെയുള്ളവർ MLA MP ആയി മന്ത്രിയായി പോകുന്നല്ലാതെ ഈ വയലൻസ് കാണിക്കുന്നവരെല്ലാവരും അവരുടെ ഹിസ്റ്ററി ഓരോന്ന് എടുത്തു. അല്ല, അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ഈ കുട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി മാറുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് SFI ആണ്, ഭരണത്തിലിരിക്കുന്നത് CPIM ആണ്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുന്നത്. ആ മുഖ്യമന്ത്രിക്ക് അല്ലാതെ നിവൃത്തിയല്ലേ, സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ത് ചെയ്യാനൊക്കും? അദ്ദേഹം തീർച്ചയായിട്ടും ഓർഡേഴ്സ് DGPക്ക് കൊടുത്തു കഴിഞ്ഞു. അവിടുന്ന് നല്ല അന്വേഷണം വരട്ടെ. ദയവ് ചെയ്ത് കൽപ്പറ്റ DYSPയിൽ നിന്ന് അന്വേഷണം മാറ്റണം. കാരണം അവർക്കൊന്നും ധൈര്യമില്ല. അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നമുക്ക് ഈ അന്വേഷണം മാറ്റണം. അവിടെ ഈ 3 ദിവസം ആ കൊച്ചിനെ അവിടെ മുറിയിലിട്ട് പൂട്ടി. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം അതിന്റെ വയറ്റിലില്ല. അത് ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. അതിനെ പട്ടിണിക്കിട്ട് അവര് വെളിയിലിട്ട് ചവിട്ടി മെതിച്ച് അതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സാറന്മാരും കണ്ടോണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. എന്തുകൊണ്ടാണ് അവർ കാണാത്തത്? SFIയുടെ നേതാക്കന്മാർ അവിടെ ഹോസ്റ്റലിലുണ്ടായിരുന്നല്ലോ, ആർഷോ ഹോസ്റ്റലിലുണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. അപ്പം കോളേജിലെ എല്ലാ രാഷ്ട്രീയവും നടക്കുന്നിടത്ത് തീർച്ചയായിട്ടും ആ SFI അല്ലെങ്കിൽ KSUവിന്റെ അല്ലെങ്കിൽ ABVPയുടെ നേതാക്കന്മാരോടെ ഉണ്ട്. ഈ ഹോസ്റ്റലിലൊന്നും ഒരു ചിട്ടയില്ല. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ടല്ലോ. ഞാൻ അവിടുന്ന് എത്ര പേരെ പിടിച്ചിരിക്കുന്ന ആ ഹോസ്റ്റലിൽ അല്ലാത്തവര്. ഈ ക്യാമ്പസ് രാഷ്ട്രീയം വിട്ട് ദുരിതപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാരും പോകില്ല, അവരവിടെ തന്നെയുണ്ട്. അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അവിടുത്തെ സാറുമാർക്കും ഭയമാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു വളർച്ച നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർത്തണമെന്ന് പറയുന്നത്. 110 ഏക്കറുള്ള സ്ഥലമാണ് ഈ പൂക്കോട് ഈ വെറ്റിനറി സർവകലാശാല. അതിനകത്ത് ഒരറ്റത്ത് നിന്നാ മറ്റേ അറ്റം ഒന്നും കാണാൻ മേല. അവിടെ നടക്കണ എന്താണെന്ന് അറിയത്തില്ല. ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് അതിന് ഡ്രഗ്സിന്റെ വിൽപ്പനയുണ്ട്. ആലപ്പുഴയിലെ സംഭവം അറിയാമല്ലോ, SFI നേതാക്കന്മാര് കുറെ വിട്ട്. നമുക്ക് അവർ പാർട്ടി വളർത്തിക്കോട്ടെ, അതിനൊന്നും യാതൊരു ഏത് പാർട്ടിയും വളർത്തിക്കോട്ടെ. ക്യാമ്പസ് വെളിയിലാക്കണം. ഇവരെ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സന്ദർശിച്ചവരിൽ കേരളത്തിന്റെ ഗവർണറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും പൊതുസമൂഹത്തിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളുണ്ട്. ഇന്ന് ഗവർണർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ഇത്തരം പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികളുടെ ഭാവി, അവർക്ക് സ്വാഭാവികമായും അവരുടെ പ്രായം പരിഗണിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആ പ്രായം പരിഗണിക്കപ്പെടുന്നു. ഇത്തരം പ്രവൃത്തികളിൽ ഇവർ വ്യാപൃതരാകുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് അവർ വിധേയരാകാൻ പോകുന്നു. ആ നിയമ നടപടികൾ എത്രയോ വർഷം നീണ്ടുപോകും. അപ്പോഴൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്നത്. ഈ ഗതികേടിലേക്ക് കുട്ടികളെ വലിച്ചിഴയ്ക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ല. രാഷ്ട്രീയ അടിമകളാക്കി ഇവരെ മാറ്റുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് ഗവർണറും പറഞ്ഞത്. അത് ഗവർണറുടെ ജനാധിപത്യ ബോധമില്ലായ്മ. ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം അപലപിച്ചതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്തു.
അദ്ദേഹത്തിന് ജനാധിപത്യ ബോധമില്ലായ്മ, അദ്ദേഹം ജനാധിപത്യത്തിനോടോ അല്ലെങ്കിൽ ഭരണഘടനയോടോ ഒരു കൂറും കാണിക്കാതെ കണ്ടല്ലേ തെരുവിലിറങ്ങി നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതുകൊണ്ട് അതിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാതെ ഇവിടെ ജോർജ് ജോസഫ് സാറ് ഇവിടെ ഒരു കാര്യം ചെയ്യാം, പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയം മാത്രമല്ല ജനാധിപത്യത്തെ തന്നെ പിരിച്ചുവിട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ കുറെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് കേരളം അങ്ങ് ഭരിക്കട്ടെ. ഇവിടെ ജനാധിപത്യം വേണ്ട. അതുപോലെ തന്നെ സാറ് പറഞ്ഞത് വേറൊരു വാക്കുണ്ട്, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോർജ് സാറിനെ. പക്ഷേ കൽപ്പറ്റ DYSP മാറ്റണം എന്നൊക്കെ പറയുന്നു. സാറ് ആ DYSP പോസ്റ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ആളല്ലേ, വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കൽപ്പറ്റ DYSP. അതേ പോസ്റ്റിൽ ഇരുന്ന ഒരു വ്യക്തി എന്നുള്ളതായിരിക്കും ആ ആളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. സാറേ ഞാൻ പൂർത്തിരിക്കട്ടെ, സാറ് പറയാതെ നിൽക്കട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. അങ്ങോട്ട് പറഞ്ഞവർ പഠിപ്പിക്കാനൊന്നും സാറിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾക്കറിയാം. അരാജകത്വം കേരളത്തിൽ ഉണ്ടാകണമെന്നും കേരളത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള തലമുറ വളരാൻ പാടില്ലെന്നും ഇവിടെ സമരങ്ങളിലൂടെ നേടിയെടുക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളെ പോലെ ഉള്ളവരുടെ ചിന്താഗതിയാണ്. അതിന് ഇത്രയും സമയം അഭിലാഷ് കൊടുത്തതിനെ മോശം. നമ്മുടെ ജനാധിപത്യപരമായൊരു സംവിധാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം എല്ലാം ആ രീതിയിലുള്ളവരാണോ? ക്യാമ്പസുകളിൽ ഇവിടെ നമ്മളെ ഭരിക്കുന്നവര് ഉന്നത ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് ശ്രീ റജി ലൂക്കോസ് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചതും അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. വിദ്യാർത്ഥി തലവേദന വന്നാൽ തല വെട്ടിക്കളയുകയല്ലല്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ പുഴുക്കുത്തുണ്ടെങ്കിൽ രാഷ്ട്രീയം നിരോധിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചു. അല്ല അഭിലാഷ്, എന്നെ ചർച്ചയെ വിളിച്ചത് എനിക്ക് പറയാനുള്ളത് കേൾക്കാനല്ലോ. അല്ല താങ്കൾ ഞാൻ സമയം കൊടുത്തത് മര്യാദയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട, നിരോധിക്കണം. അതാ ഞാൻ പറഞ്ഞ ജനാധിപത്യത്തെ തന്നെ പിരിച്ചുവിടൂ. ഇന്ത്യ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ബ്രിട്ടീഷുകാരെ നേടിയെടുത്ത ജനാധിപത്യത്തെ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നോണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ അവകാശത്തെ അത് തന്നെ പിരിച്ചുവിടെ. എന്നിട്ട് നിങ്ങളെ പോലുള്ള ഒരാളൊക്കെ ഭരിക്കേ, അതല്ല നിങ്ങളുടെ മോഹം എന്ന് പറയുന്നത്. സ്വയം ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് അതേ പോസ്റ്റിൽ ഇരുന്ന മറ്റൊരു മനുഷ്യന് അന്വേഷണത്തിന് യോഗ്യനല്ല, അദ്ദേഹത്തിന് മാറ്റണമെന്നും ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ മുഴുവൻ അന്വേഷിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചർച്ചയ്ക്കിരിക്കുന്നത്. വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP. ഇതുവരെ ഒരു പരാതി ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. നാളെ നിങ്ങൾ വേറൊരാൾ അന്വേഷിച്ചാലും ഇത് തന്നെ പറയും. കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയുണ്ട്. അതതിന്റെ ബാധ്യത. നിങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധരാ. ഷിജിർ ഖാനെ പോലെ എന്റെ സുഹൃത്ത് ഇടപെട്ട് സംസാരിച്ചെന്താ ഈ ക്യാമ്പസ് രാഷ്ട്രീയവും മറ്റൊരു രണ്ടാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വിമർശിച്ചോട്ടെ, എങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞ് സ്വാഗതം ചെയ്തു. നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്ത് അവര് ഫൈറ്റ് ചെയ്ത്, ഞാൻ ഫൈറ്റ് എന്ന് പറഞ്ഞ യുദ്ധം ഇങ്ങനത്തെ കാര്യങ്ങളല്ല, പരസ്പരം സംസാരിച്ച് സംവാദങ്ങളിലൂടെയും ജനാധിപത്യപരമായ രീതിയിലുള്ള സംവാദങ്ങളിലൂടെയും ആ സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് വന്നില്ലെങ്കിൽ നിങ്ങളൊരു അരാജകത്വത്തിലൂടെ വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ആളുകളിൽ നമ്മൾ ചോദ്യചിഹ്നമായിട്ട് മാറും. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ SFIയെ കുറിച്ചൊരു കാര്യം പറയാം, അതിനോട് മറുപടി പറയട്ടെ. SFI എന്ന് പറഞ്ഞത് 95% ക്യാമ്പസുകൾ കേരളത്തിൽ ഭരിക്കുന്നത് SFI തന്നെയാണ്. അവര് BJP വിലക്ക് MP-മാരെ MLA-മാരെ പോലെ വിലക്ക് മേടിച്ചുകൊണ്ട് വന്ന് നേതൃത്വരയിലേക്ക് കൊണ്ടുവരല്ല. ആ വിദ്യാർത്ഥി സമൂഹം വോട്ടെടുപ്പിലൂടെ തന്നെ നേടിയെടുക്കുന്ന പൗരാവകാശത്തിൻ്റെതായ എല്ലാ ഘടകങ്ങളും ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ കേരളത്തിലെ 95% ക്യാമ്പസുകൾ ഭരിക്കുന്നത് SFI. എന്തുകൊണ്ടാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ കുട്ടികൾ ചേരാത്തത്? പുരോഗമന ആശയങ്ങളുള്ള വിദ്യാർത്ഥി സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മാനസികമായി തന്നെ കുട്ടികളിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ആ സംഘടനയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ സത്യമാ. ഒരു നിമിഷം ഒറ്റപ്പെട്ടാന്ന് പോലും ഞാൻ പറഞ്ഞത് ആ വാക്ക് വേണേ പിൻവലിച്ചേക്കാം. ഇവിടെ SFIയുടെ നേതൃത്വനിലയിലുള്ള ആ ക്യാമ്പസിലെ കുട്ടികൾ കാണിച്ചത് തെമ്മാടിത്തരാണ്, തെറ്റാണ്, പോക്കൃത്തരമാണ്. ഒരു കുട്ടിയോട് ചെയ്ത ക്രൂരത, അതിന് ഒരു തർക്കമില്ല. അതിന്റെ പേരിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നും SFI എന്ന് പറഞ്ഞ കേരളത്തിലെ സംസാരിക്കാൻ പോലും ഇന്ന് പലർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയും പലരെയും വാർത്തെടുക്കുകയും ചെയ്തിട്ടുള്ള ആ പ്രസ്ഥാനം ഇന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന SFIയുടെ കുട്ടികളിൽ 99% കുട്ടികളും SFIയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ആ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത ഇത്തരം വിദ്യാർത്ഥി സംഘടനയിൽ കുട്ടികൾ പോകത്തില്ല. അതിന്റെ കാരണം എന്തുകൊണ്ടാ? അവരുടെ മുമ്പിൽ ഒരു മാർഗദർശിയായിട്ട് ഈ പ്രസ്ഥാനമുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ അലമ്പുണ്ടായിട്ടുണ്ടോ? ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ചിനെ ഈ KSUക്കാരന്റെ യൂത്ത് കോൺഗ്രസ് ഒറ്റക്കുത്തിന് കൊന്നു. ഇതുപോലെ തന്നെ ഒരു കുട്ടിയായിരുന്നു. എന്ത് തെറ്റിയതാ? നിങ്ങൾ ആരെങ്കിലും ചർമ്മടി ചരിതം പോലെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ചർച്ചയിൽ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ മരണപ്പെട്ട ഒരു കുഞ്ഞാ. ആ കുട്ടിയോടുള്ള വേദനയും ആ മാതാപിതാക്കളോടുള്ള വിഷമവും അഗേയമായ ദുഃഖവും ഞങ്ങളൊക്കെ ഇന്നലെ അത് ചർച്ചകളിൽ പ്രകടിപ്പിക്കൽ അത് വസ്തുതയാണ്. അതിന്റെ പേരിൽ കേരളത്തില് കുട്ടികൾ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജനാധിപത്യപരമായ രീതിയിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് വാർത്തെടുക്കുന്ന നമ്മുടെ ക്യാമ്പസുകളെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ചങ്കിലേറ്റിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്താൽ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവരെല്ലാം ആഗ്രഹിക്കുന്ന എന്താണ്? ജനാധിപത്യ വിരുദ്ധമാണ്.
ഏകാധിപതികളുടെ ശബ്ദത്തിൽ അവരൊക്കെ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ശ്രീ റെജി ലൂക്കോസ് താങ്കൾ ഈ പറയുന്ന അഭിമന്യുവിനെ കൊല ചെയ്തതും ധീരജിനെ കൊല ചെയ്തതും ജിഷ്ണുവിനെ കൊല ചെയ്തതും ഒക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രതിപട്ടികയിലേക്ക് SFI വന്നാൽ അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ അഭിലാഷോട്. വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ വയസ്സായിട്ട് ചർച്ച നയിക്കുന്ന ഒരാളല്ലേ പിന്നെ അഭിലാഷ്. ഞാൻ ചോദിക്കട്ടെ, ഈ ധീരജ് പൈലി, അയാളുടെ പേരെനിക്കറിയത്തില്ല, പൈലി, ഈ ഒറ്റ കുത്തിന് കൊന്ന യൂത്ത് കോൺഗ്രസിന്റെ ലോക്കൽ ഭാരവാഹി, ഒരു മണിക്കൂറെങ്കിലും അയാളെ ആ പ്രസ്ഥാനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തോ? അയാളെ KPCC കൊണ്ട് ആദരിച്ചില്ലേ? KPCC പ്രസിഡന്റ് പരസ്യമായിട്ട് ഞാൻ അല്ല, മാധ്യമങ്ങളെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ മാധ്യമങ്ങളെ ബഹുമാനിക്കുന്ന ഈ മാധ്യമങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യം പ്രവർത്തന അഭിലാഷ, ഞാനും മാധ്യമ പ്രവർത്തന, ഞാൻ ഫ്രീലാൻസ് എഴുതാത്ത ഒരൊറ്റ മാധ്യമവും ഇല്ല. കൂടുതൽ ദേശാഭിമാനിൽ എഴുതുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മാധ്യമങ്ങളെല്ലാം കുറ്റപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ജനാധിപത്യ മര്യാദ അല്ലെങ്കിൽ ഒരു കൊടും ക്രൂരൻ അയാളെ ഏതെല്ലാം ഇതിൽ എഴുതിച്ചുകൊണ്ടത്. പക്ഷെ SFI ചെയ്തെന്താ? താങ്കൾക്കറിയില്ലേ? അല്ലല്ല, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. തെറ്റാര് ചെയ്താൽ ന്യായീകരിക്കണം. അതായത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസോ KSU തെറ്റ് ചെയ്താലും ABVP തെറ്റ് ചെയ്താലും SFI തെറ്റ് ചെയ്താലും അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു തെറ്റുമില്ല, അത് ഞാൻ അതിനെ നിഷേധിക്കുന്നുമില്ല. പക്ഷെ നമ്മുടെ സമൂഹം ഇതെല്ലാം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ആ കുട്ടിക്കുമില്ല മാതാപിതാക്കള്, നിർധനമായ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങള്. അഭിമന്യു അങ്ങ് പിന്നെ മൂന്നാർ കിഴക്കൻ പ്രദേശത്ത് ജീവിച്ച ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരു SFIക്കാരന്റെ കത്തിയിൽ ഏതെങ്കിലും ഒരു മറ്റ് വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടോ? ഒറ്റ കൊലപാതകം SFI നടത്തിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സുരക്ഷാബോധം, അക്കാഡമിക് ലെവലിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല അന്തരീക്ഷങ്ങള്, നല്ല ജനാധിപത്യബോധം, സംവാദങ്ങൾക്കുള്ള അവസരങ്ങള്, ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സംഘടനയിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു. ആരെങ്കിലും ബലമായിട്ട് അവിടെ കൊണ്ട് ചേർക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ തന്നെ ഈ മരിച്ച ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഇത് പറയുമ്പോഴും ഇത്തരം ക്യാമ്പസിലാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആരും ചോദ്യം ചെയ്തില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നിടത്താണ് എനിക്ക് ഇതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കാതെ പോകുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? അല്ലല്ല, ഞാനത് അംഗീകരിച്ച ആളാ. അവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. 120 കുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റൽ, 120 പേരും കണ്ടോണ്ടെന്ന് എനിക്കറിയത്തില്ല. 120 കുട്ടികൾ ആ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടെന്നുള്ള ആ DYSP എന്നോട് പറഞ്ഞത്. ആ ഹോസ്റ്റലിലാണ് ഈ സംഭവം നടന്നത്. ഇനി ഞാൻ വേറെ പറയാം. നാളുകളിൽ ഈ കേസ് വേറെ മനസ്സിലാക്കേണ്ടത് ഒരു തകരാറുമില്ല. ഒരു ഏതെങ്കിലും വഴിപിടിച്ച് 10 ലക്ഷക്കണക്കിന് കുട്ടികളുള്ള ഒരു സംഘടനയിൽ 1-2 വ്യക്തികൾ വഴിപിടിച്ചു പോയാൽ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റുമോ? മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് നിന്ന് എത്രയോ മാധ്യമ പ്രവർത്തകർ 1-2 ഒറ്റപ്പെട്ടവര് ആ അധാർമികമായ ചില പ്രവർത്തിയിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നേതൃനിരയിലുള്ള SFIയുടെ നേതൃനിരയിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലത്തെ ചെയ്തികളൊന്ന് പരിശോധിച്ചു നോക്കൂ റെജി ലൂക്കോസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷജിൽക്കാരനെ റെസ്പെക്ട് ചെയ്ത ഒരാളാണ്. എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ക്യാമ്പസ് രാഷ്ട്രീയത്തിനെ കുറിച്ചും ക്യാമ്പസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നല്ല നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്തകളിൽ ഒരു ഇടതുപക്ഷ CPM വിരോധമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ക്യാമ്പസുകളിൽ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ SFI പുറത്താക്കണം എന്നാ പറഞ്ഞത് എല്ലാ ക്യാമ്പസിൽ നിന്നും. അങ്ങനെയൊക്കെ പറയാമോ? താങ്കളെ പോലുള്ള ഒരു വളരെ രീതിയിൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാള് ഇങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. നമ്മളങ്ങനെ ചിന്തിക്കരുത്. അത് നമ്മുടെ പുതിയ തലമുറയോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. കേരളത്തിൽ നിങ്ങൾ എവിടെ പോയാലും ഏത് ക്യാമ്പസിൽ കയറിയാലും അവിടെ നിങ്ങൾ 10 കുട്ടികളുമായിട്ട് സംസാരിച്ചാൽ 9 കുട്ടികളും പറയും ഞാനൊരു SFIക്കാരൻ. 9 അല്ല, SFIക്കാരനാന്ന് പറയും. എന്താ കാര്യം? SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ പൗരാവകാശത്തിനും സംഘടനാ ബോധത്തിനും സ്വാതന്ത്ര്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ. പക്ഷേ എന്തായാലും ശ്രീ റെജി, ആ സംഘടനാ സംവിധാനത്തിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയിരുന്നു. ആ അമ്മ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. SFI പ്രവർത്തകരായ അനിരുദ്ധിന്റെ മരണത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അത് CPIM 11-ാം കല്ല് ബ്രാഞ്ച്, DYFI 11-ാം കല്ല് യൂണിറ്റ് ആ ഫ്ലെക്സ് എടുത്തുകൊണ്ട് പോവാൻ സിദ്ധാർത്ഥിന്റെ അച്ഛനും പറഞ്ഞു. അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്. ഒരു കുട്ടി മരിച്ചാൽ നെടുമങ്ങാട്ടെ SFI പ്രവർത്തകർക്ക് DYFI പ്രവർത്തകർക്ക് അനുശോചിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഈ SFI പ്രവർത്തകരെന്ന് ചേർക്കുന്നത്? അല്ലല്ല അഭിലാഷ, വായിച്ചു നോക്കിക്കോളൂ. SFI പ്രവർത്തകനും SFIയുടെ ഫുൾ ഫോം അറിയില്ല എന്റെ കുഞ്ഞിന് എന്ന് പറയുന്നു.
SFIയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ പ്രവർത്തിച്ചതായി, ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതായി അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ SFI പ്രവർത്തകരെന്ന് ചേർത്ത് വെക്കുന്നത് റെജി ലൂക്കോസ്? SFI ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ ഇനി അതിന്റെ രക്തസാക്ഷിയാക്കാനാണോ നീക്കം എന്നുള്ളതാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. ഇന്നലെ ശരിക്കും നിങ്ങൾ കേൾക്കുമോ? ഇന്നലെ മനോരമയിൽ 8 മുതൽ 9 വരെ ചർച്ചയിൽ ആദ്യത്തെ അരമണിക്കൂറും ആ അമ്മയും രണ്ടാമത് ഈ അച്ഛനുമാണ് പങ്കെടുത്തത്. ഞാൻ ഉണ്ടായിരുന്ന ചർച്ചയിൽ ഈ രണ്ടുപേരോടും ഈ SFIയുടെ ഭാഗത്ത് ഈ കുട്ടിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി ഇന്നലെ ഇതേ സിദ്ധാർത്ഥിന്റെ അമ്മാവ് ന്യൂസ് 18ലും പങ്കെടുത്തിരുന്നു. ഭീഷണിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഈ പ്രസ്ഥാനത്തിൽ ചേരണമെന്ന് ആവർത്തിച്ചു. അതിൽ നിന്ന് വിട്ടുനിന്നു. അഭിലാഷ ലോകം മുഴുവൻ കണ്ടൊരു ചർച്ച അത് പറയിപ്പിക്കാതിരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാനും വേദനിച്ചായി ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നുണ്ട്. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അവർ രണ്ടുപേരോടും ചോദിച്ചു, പിന്നെ അവതാരകൻ ഈ മുൻകൂട്ടി ഭീഷണി വല്ലതും ഉണ്ടായിരുന്നോ SFIയുടെ ഭാഗത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞ ഇല്ലില്ല, അവർ വളരെ ശാന്തമായിട്ട് അമ്മ ഞാൻ കാല് തൊട്ട് പണക്കാമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇല്ല, അങ്ങനെ ഒരു ഭീഷണി ഇല്ലാതെ ഇവർ രണ്ടുപേരും ശരി. പക്ഷേ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പറയുന്ന മകനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ തെളിവുകളടക്കം ദൃശ്യങ്ങളടക്കം എന്റെ പക്കലുണ്ട്, അത് ഞാൻ മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല, അത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഇനിയും തെളിവുകൾ പുറത്തു വരാം. തീർച്ചയായിട്ടും അത് കാണും. ആ കുട്ടീനെ പരസ്യമായിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുക. 18ഓളം കുട്ടികൾ ആ കുട്ടീനെ ഒറ്റയ്ക്കൊരു വിദ്യാർത്ഥിയെ ഇതുപോലെ ക്രൂരമായിട്ട് ഹരാസ് ചെയ്യാൻ കാരണം എന്താണേലും ആ ബെൽറ്റ് കൊണ്ടൊക്കെ അടിക്കുക, ആ കുട്ടി മരണവക്കിലെത്തുക, പിന്നെ പോയി ആത്മഹത്യ ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് ആരും അംഗീകരിക്കുന്നില്ല അതിനെക്കുറിച്ച്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി ഒരൊറ്റ കാര്യം കൂടെ 10 സെക്കൻഡോട് തീർക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ വിഷയം ഏത് ഏജൻസി അന്വേഷിച്ചാലും അവസാനം പുറത്തു വരാൻ പോകുന്ന ചില 1-2 യാഥാർത്ഥ്യങ്ങളോട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പിള്ളേർ കടന്നു എന്നുള്ളത് അതിനായിരിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെങ്കിലും ആരാണ് റെജി ലൂക്കോസ് ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്? ഇവരാരാ? പോലീസ് സംവിധാനമാണോ? കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ? അല്ലെന്നേ അഭിലാഷ, അല്ല, ഞാൻ പറയുന്നത് സിദ്ധാർത്ഥ് എത്ര നികൃഷ്ട ജീവി ആയിക്കൊള്ളട്ടെ, അയാൾ കുറ്റവാളി ആയിക്കൊള്ളട്ടെ, ക്രിമിനൽ ആയിക്കൊള്ളട്ടെ, ഞാൻ ആ കുട്ടിയെ കുറിച്ചല്ല പറയുന്നത്. ദയവായിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തത്. കാരണം എത്രയോ ആളുകൾ ഇത് കാണുന്നത്, ഈ ലോകം മുഴുവൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അത് നിങ്ങളെല്ലാം കൂടെ പറയിപ്പിക്കുന്നില്ലോ. അന്വേഷണത്തിലൂടെ അന്വേഷണ ഏജൻസികള് രാഷ്ട്രീയപരമായ രീതിയിലുള്ള SFI മനഃപൂർവ്വം എടുത്തൊരു തീരുമാനമാണോ അല്ലയോ, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ പുറത്തു കൊണ്ടുവരട്ടെ. അന്വേഷണ ഏത് ഏജൻസിയാണെങ്കിലും പുറത്തു കൊണ്ടുവരട്ടെ. അതിനു മുമ്പ് നമ്മൾ എന്തിനാണ് പ്രിജുഡീസ് ആയിട്ട് തീരുമാനം എടുക്കുന്നത്? ഇത് മാത്രമേ കുട്ടികളെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഇത്തരത്തിൽ സ്വാതന്ത്ര്യമില്ല. അത് SFI ആയാലും KSU ആയാലും ABVP ആയാലും മറ്റേത് സംഘടനയാണെങ്കിലും. ശ്രീ ഷാജിർ ഖാൻ, അതിലൊരു തർക്കവുമില്ല. ഒരു നിയമവും കയ്യിലെടുക്കാൻ ജോർജ് ജോസഫിന് ചിലത് കൂട്ടിച്ചേർക്കാറുണ്ട്. അതിനു മുമ്പ് ശ്രീ ഷാജിർ ഖാൻ പറയൂ. അത് ഒന്നാമതായിട്ട് പറഞ്ഞോട്ടെ, ജോർജ് ജോസഫ് സാറ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം SFI ആണ്. SFI നടത്തുന്ന നികൃഷ്ടമായ പ്രവൃത്തികൾ കണ്ടിട്ട് അതാണ് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട സാറേ, SFIയുടെ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് രാഷ്ട്രീയമല്ല, ജനാധിപത്യപരമല്ല. ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ എതിർ ശബ്ദങ്ങളെ, എതിർ അഭിപ്രായങ്ങളെ മാനിക്കുകയും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതാണ്. SFI എന്ന് പറയുന്ന സംഘടന അതൊരു ക്രിമിനൽ ഓർഗനൈസേഷനാണ്, അതൊരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ അല്ല. ജനാധിപത്യത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത, അതിൻ്റെ സംസ്കാരം എന്തെന്നറിയാത്ത ഒരു പ്രസ്ഥാനമാണ്. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പക്ഷേ ആ പ്രസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവർ കൃത്രിമമായി മാനിപ്പുലേറ്റ് ചെയ്ത് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുന്നതാണ്. അത് യൂണിവേഴ്സിറ്റി കോളേജിലാകട്ടെ, മഹാരാജാസ് കോളേജിലാകട്ടെ, പിന്നെ വിക്ടോറിയ കോളേജിലാകട്ടെ, നമ്മുടെ കേരളത്തിലെ എല്ലാ കലാലയങ്ങളും ഇവർ ആധിപത്യമുണ്ടെന്ന് പറയുന്ന ഈ പൂക്കോട് വെറ്റിനറീസ് കോളേജിൽ ഉൾപ്പെടെ ആ കോളേജുകളിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവരെ നിശബ്ദരാക്കി നിർത്തിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ്. അതാണ് ഒന്നാമതായി മനസ്സിലാക്കുക. ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് കലാലയങ്ങളെ രക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. കലാലയങ്ങളിൽ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. പണ്ട് കാലത്ത് ഈ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ആ പ്രക്ഷോഭ പ്രവർത്തനത്തിൽ നിർണായകമായ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് കലാലയങ്ങൾ, ക്യാമ്പസ് രാഷ്ട്രീയം. ആ ക്യാമ്പസ് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കി അതിൻ്റെ എല്ലാ ജനാധിപത്യപരമായ സ്വഭാവത്തെയും കെടുത്താൻ വേണ്ടി വളരെ ആസൂത്രിതമായി SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റി അത് നിരോധിക്കണം, അത് തടയണം, അതിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കണം. അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യകത. അതിലേക്ക് പോകണം. അതല്ലെങ്കിൽ ഒരു അവകാശവും നമുക്ക് സംരക്ഷിക്കാനാവില്ല സാർ. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ താങ്കൾ ഈ റെജി ലൂക്കോസ് സംസാരിച്ചപ്പോൾ ഇടപെട്ടിരുന്നു, ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് കൽപ്പറ്റ DYSPയുമായി ബന്ധപ്പെട്ട പരാമർശത്തിലടക്കം.
അതിന് കാരണമുണ്ട്. ഈ കുട്ടിയുടെ കഴുത്തിന്റെ പിന്നില് അവിടെ ഒരു മുറിവുണ്ട്. കഴുത്തിന്റെ കയർ കുരുക്കിയതുപോലെ എന്തോ ഡീപ്പായ മുറിവാണ്, സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കയർ കുരുക്കിയത് വേറെ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിവൈഎസ്പിയെ മാറ്റണമെന്ന്. കാരണം ഇതിനുള്ള കുട്ടിക്കേറ്റ 3 ദിവസമായിട്ട് ആ കുട്ടിയേറ്റ പരിക്കുകൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 ദിവസത്തെ പഴക്കമുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല കുട്ടിക്ക്. അതിനെ മുറി പൂട്ടിയിട്ടിട്ടു, ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. 3 ദിവസം പട്ടിണിയാണ്. ആ കഴുത്തിലെ മുറിവും ദേഹത്തെ മുറിവും ഉണ്ടെങ്കിൽ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. ഇത് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കെട്ടിത്തൂക്കിയെന്നാണ് ഞാൻ പറയണത്. അവിടെ 302 വരേണ്ടത്. അതുകൊണ്ടാണ് ഡിവൈഎസ്പിക്ക് എതിരായിട്ട് ഇനിയും പറയും. കാരണം അത് ആ പോസ്റ്റ്മോർട്ടത്തിലെ ഡോക്ടറും ഫോറൻസിക്കിലെ ഡോക്ടർമാരും കൂടെ ഒന്നിച്ചിരുന്ന് ഇത് അനലൈസ് ചെയ്യണം. കാരണം വയറ്റിനകത്ത് 3 ദിവസം കൊണ്ട് ആ കുട്ടിക്ക് ഒരു തുള്ളി പോലും വെള്ളമില്ല. ആ അമ്മ കരഞ്ഞുകൊണ്ട് അപ്പനും പിതാവും പറയുന്നുണ്ടല്ലോ ആ കൊച്ചിന് ശകലം വെള്ളം കൊടുക്കാനായിട്ട്. ഇതെന്തൊരു ഭീകരമായ കൊലപാതകമാണ്. ഇതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊലയാണ് വേണ്ടത്. കാരണം നമുക്കറിയാമല്ലോ, നിർഭയ കേസിനകത്ത് 21-22 വയസ്സുള്ളവരെയാണ് തൂക്കിക്കൊന്നത്. ഇവർക്കൊക്കെ പൗരബോധം ഉള്ളവരൊക്കെ തന്നെയാണ്. 28 വയസ്സുള്ള PhDക്ക് പഠിക്കുന്ന ഒരുത്തനാണ് A1 ആയിട്ട് വരുന്നത്. ആർക്കും ഈ കൊച്ചിനെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് തടയാൻ പറ്റിയില്ലല്ലോ. SFIയുടെ വലിയ മഹിമയൊക്കെ പറയുന്നുണ്ട്. റെജി ലൂക്കോസിനോട് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല. അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാരൻ ഒരു കുട്ടി മരിച്ചതാണ്. ഈ രീതിയിലുള്ള സംസാരം നമുക്ക് പിടിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് റെജി ലൂക്കോസിനോട് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഡിവൈഎസ്പിക്ക് എതിരായിട്ട് ഇനിയും പറയും, അത് കെട്ടിത്തൂക്കിയതാണ്. ഇതുപോലെ വേണ്ടല്ലോ, ഇവിടെ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. അവിടെ കെട്ടിത്തൂക്കിയെന്ന് പറഞ്ഞാൽ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചിനെ കൊന്നു തൂക്കിയതാണ്. എന്നിട്ട് അത് പറയാം, കൊന്നു നിൽക്കാനും മരിക്കുന്നതിന് മുമ്പ് തൂക്കി 2 ദിവസം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇൻവാർഡർ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത്. അത് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് കൈയിരിക്കുകയാണ്. അതുപോലെ വേണ്ടല്ലോ, ഷാജു ഖാൻ അറിയ SUC-ക്കാർ, ഞാൻ മ്യൂസിയത്തിൽ SI ആയിരിക്കുമ്പോൾ SUC-യുള്ള കുട്ടികളെ SFI-ക്കാർ ആ PMG ജംഗ്ഷനിട്ട് മർദ്ദിച്ച്. അതുങ്ങൾ 4-5 പേരേ ഉള്ളൂ ആ കാലഘട്ടത്തില്. അപ്പം ഒരു വിദ്യാർത്ഥി സംഘടനകളെ യൂണിവേഴ്സിറ്റി കോളേജിലെ അകത്തുള്ള SUC-ക്കാരെയാണ് മർദ്ദിച്ചത്. അപ്പൊ എത്രയോ വർഷം കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥം പറയുമ്പോൾ പലർക്കും പൊള്ളും. അപ്പൊ രാഷ്ട്രീയമായിട്ട് ഞാൻ ഇടതുപക്ഷത്തിന് എതിരാണ്. റെജിയെക്കാരിലും കൂടുതലുള്ള പാരമ്പര്യം എന്റെ അപ്പന്റെ അനിയനുണ്ട്. അത് മനസ്സിലാക്കിക്കണം. കോട്ടയത്ത് ME ആന്റണിയും അവിടെ ഉണ്ട്, മരിച്ചുപോയി. ദാരിദ്ര്യം കൊണ്ട് മരിച്ചതാണ്. ആ പാരമ്പര്യമൊന്നും ഇങ്ങോട്ട് എഴുതണം, ഞാനത് പറഞ്ഞില്ല. അതുകൊണ്ട് വലിയ കമ്മ്യൂണിസം കളിക്കരുത് റെജി. അത് നമുക്കറിയാം, അതിൽ കൂടുതൽ പാരമ്പര്യമുള്ളവരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് അതങ്ങ് വിടുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല. ഞാനിപ്പോ അവസരം വന്നപ്പം അങ്ങനെ കുത്തി അങ്ങനെ പറഞ്ഞ് പൊക്കിയും താത്തു വിടുന്ന പരിപാടി അങ്ങ് നിർത്തിക്കണം റെജി. അത് എന്റെ അടുത്ത് വേണ്ട. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്. അത് വളർത്തി ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു. മുഖം നോക്കാതെ, ഞാൻ ഇടയ്ക്ക് മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നുമുണ്ട്. മുഖം നോക്കാതെ അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മുഖ്യമന്ത്രി DGPക്ക് ഡയറക്ഷൻ കൊടുത്തു. കൃത്യമായ അന്വേഷണം വരും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഡിവൈഎസ്പിയെ മാറ്റണമെന്ന് തന്നെയാണ് ഇപ്പം പറയുന്നത്. കാരണം ആ കുട്ടിയെ കൊന്നതാണ് 302. അവിടുത്തെ സാറുമാര് ഡീനെ മറ്റവരെയൊക്കെ 306 ഇവര് കയറ്റുമോ? ഡിവൈഎസ്പി കയറ്റില്ല. 3 ദിവസമായിട്ട് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന കണ്ടിട്ട് ആ ഡിവൈഎസ്പി എവിടായിരുന്നു? മരിച്ചു കഴിഞ്ഞാണോ വരുന്നത്? അത് ക്യാമ്പസ് രാഷ്ട്രീയം പോലീസ് കയറത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കണം. അതാണ് ഡിവൈഎസ്പി. അല്ലാതെ അങ്ങനോട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തില് ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വേണം അന്വേഷിക്കാൻ. അവിടുന്ന് അന്വേഷണം എത്രയും പെട്ടെന്ന് മാറ്റണം. ഇതിനകത്ത് ആരാണ് ഈ കുട്ടിയെ തല്ലിക്കൊന്നത് അവരെ കൃത്യമായിട്ട് ഇതിനകത്ത് പ്രതിയാക്കണം. അവിടുത്തെ ഡീനെ പ്രതിയാക്കണം. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് കെട്ടിത്തൂക്കിയത് തന്നെയാണ്. അതിന് ആരും സംശയമില്ല. ആ കുട്ടിക്ക് ആ ഇഞ്ചുറി ഞാൻ കണ്ടു. ആ ഇഞ്ചുറി ഉള്ള ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. അതിനെ മുറി പൂട്ടിയിട്ടിട്ട് പട്ടിണി കിടന്നിട്ടാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണത്തിനോടൊന്നും സഹകരിക്കാൻ പറ്റൂല. അത് എത്ര പൊക്കി പറഞ്ഞാലും ശരി, എന്നെ പോലുള്ള വ്യക്തിക്ക് സഹകരിക്കാനും പറ്റൂല. ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമായും ചോദിക്കാനുള്ളത്, ഇവിടെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഈ സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന രീതിയിൽ ജോർജ് ജോസഫ് സാർ പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. പക്ഷേ അതിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ്. അവരെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്, നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും അദ്ദേഹം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. റെജി ലൂക്കോസ് പറയുന്നത് പോലെ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് പ്രതികരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെ പോലീസ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെയാണല്ലോ മറ്റേ രക്ഷാപ്രവർത്തനവുമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി മന്ത്രിമാർ പ്രതികരിച്ചതൊക്കെ. ഈ വിഷയത്തിലൊന്നും അത്തരം പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് കാണുന്നില്ല. അത് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷേ, നേതാക്കൾ പറയുന്ന ഈ പ്രസ്താവനകൾ അത് യാതൊരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാതെ പറയുന്ന പ്രസ്താവനകളാണ്.
അതിൽ തന്നെ നമുക്ക് അത് കേട്ടാൽ മനസ്സിലാവും അവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. തൽക്കാലത്തെ ജനരോഷത്തെ മറികടക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങൾ മാത്രമാണ്. ജിഷ്ണു പ്രണോയ് മുതലുള്ള കേസുകൾ പരിശോധിച്ച് നോക്കൂ. ഈ പോലീസ് ഈ പിണറായി ഗവൺമെൻറ്റിന് കീഴിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല. പലപ്പോഴും സത്യം അല്ലെങ്കിൽ വസ്തുതകൾ തെളിവുകൾ ഇല്ലാതാക്കി കളയുക എന്നതാണ് പോലീസിൻ്റെ പല അന്വേഷണങ്ങളും നടക്കുന്നത്. കാരണം രാഷ്ട്രീയമാണ്. അവർക്കറിയാം ആരാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് നന്നായിട്ടറിയാം. അത് SFI അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തതാണ് എന്നുള്ളതും നന്നായിട്ടറിയാം. പക്ഷേ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ നടത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ കൂടി സത്യസന്ധമായ ജുഡീഷ്യൽ തലത്തിലുള്ള ഒരു അന്വേഷണം നടന്നാൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് ആവശ്യപ്പെടുന്നത്. ആ തലത്തിൽ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ. രാഷ്ട്രീയത്തിലെ ഈ ക്രിമിനാലിറ്റി, ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് കലാലയങ്ങളിൽ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും അനുമതി കൊടുക്കാൻ പാടില്ല. വിദ്യാർത്ഥികളും സമൂഹവും SFI പോലുള്ള പ്രസ്ഥാനങ്ങളെ, അക്രമ പ്രസ്ഥാനങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായ. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമോ എന്നായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ ചോദിച്ച ചോദ്യം. അതിൽ 27,000-ലധികം ആളുകളാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 93% ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചു, കേരളത്തിലെ ക്യാമ്പസുകളിൽ 90% ഭരിക്കുന്നവർ SFI ആണ് എന്ന് പറയുമ്പോൾ പോലും SFI തന്നെയാണ് ഈ മരണത്തിന് പിന്നിൽ എന്ന് 93% പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ല എന്ന് 5%, നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് 2%. നിരവധി പോരാട്ടങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഇത്തരം ക്രിമിനൽ വൽക്കരണം വർദ്ധിച്ചു വരുന്നത്. അത് ഏത് സംഘടനയിൽ ആണ് എങ്കിലും അതിശക്തമായി തടയപ്പെടേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് ഒരു ഇടവും നൽകാൻ കേരളത്തിന്റെ പൊതുസമൂഹം സമ്മതിക്കരുത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.